രാജ്യം ഭരിക്കുന്ന BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ നടൻ ദേവൻ പാർട്ടിയിൽ നിന്നും രാജിവെച്ചിരിക്കുന്നു. അധികാരമല്ല പ്രധാനം, അഭിമാനമാണ് തനിക്ക് പ്രധാനം എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ദേവൻ എന്ന മലയാളികളുടെ പ്രിയ നടൻ BJPയിലുള്ള എല്ലാ സ്ഥാനങ്ങളും വലിച്ചെറിഞ്ഞത്. വൈസ് പ്രസിഡന്റ് സ്ഥാനവും പ്രാഥമിക അംഗത്വവും രാജിവെച്ചതായി കണിച്ചിക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെ പരിപാടിയിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിക്കുകയായിരുന്നു ദേവൻ. BJP നേതാക്കളും അതുപോലെ BJP കോശാന പാടുന്നവരും വേദിയിലിരിക്കെയാണ് BJPയുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചതായി ദേവൻ പ്രഖ്യാപിച്ചത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയും അതുപോലെ BJPയുടെ പ്രമുഖ നേതാവ് രാധാകൃഷ്ണ മേനോനെയും വേദിയിലിരുത്തിയാണ് ആ പ്രഖ്യാപനം ദേവൻ നടത്തിയത്. വൈസ് പ്രസിഡന്റ് സ്ഥാനവും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വവും രാജിവെക്കാനുള്ള രാജിക്കത്ത് താൻ എഴുതി വച്ചിരിക്കുന്നു എന്നതിനൊപ്പം തന്നെ ജയ് ഹിന്ദ് ജയ് ഗുരുദേവ് എന്നാണ് ദേവൻ പറഞ്ഞത്. നമുക്കറിയാം, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല നടൻ ദേവൻ്റെ രാഷ്ട്രീയം. കേരളം തന്നെ ഭരിക്കും എന്ന വലിയ പ്രതീക്ഷയോടെ 22 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 2004 കേരള പീപ്പിൾസ് പാർട്ടി എന്ന പാർട്ടി രൂപീകരിച്ച നേതാവാണ് ദേവൻ. തൻ്റെ വയസ്സ് കൂടിയതല്ലാതെ പാർട്ടിയുടെ ശക്തി കൂടിയില്ല എന്ന് മനസ്സിലാക്കിയ ദേവൻ പിന്നീട് 2021 മാർച്ചിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ BJPയിൽ ചേരുകയായിരുന്നു. ഒപ്പം തന്നെ പീപ്പിൾസ് പാർട്ടി BJPയിൽ ലയിക്കുകയും ചെയ്തു. അതോടുകൂടി 2021 മുതലുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ദേവൻ എന്ന നേതാവ് BJPയുടെ ഒരു ഭാഗമായിരുന്നു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രചരണത്തിനിടയിൽ കൈക്കൂലി നൽകുന്ന ചില സംഭവങ്ങളിൽ ദേവൻ്റെ സാന്നിധ്യവും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ലെന്നും ദേവനെ അറിയുന്നവർക്ക് പറയാനാകും. അതുകൊണ്ട് തന്നെ BJPയുടെ ലൈൻ തനിക്ക് യോജിക്കുന്നതല്ല എന്ന് ബോധ്യപ്പെട്ട 4-5 മാസമായി ഇതേക്കുറിച്ച് ആലോചിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അങ്ങനെ ഇന്നലെ ആത്മപരിശോധന നടത്തിയാണ് രാജിവെക്കാൻ തീരുമാനിച്ചത് എന്നും ദേവി സാന്നിധ്യത്തിൽ തന്നെ ഇത് പ്രഖ്യാപിക്കുകയാണെന്നും ദേവൻ വ്യക്തമാക്കി. അപ്പോൾ BJPയോടൊപ്പം പോയതിൽ എത്രത്തോളം ആ നടൻ ഖേദിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. 2026 തെരഞ്ഞെടുപ്പിൽ BJPയിൽ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നുവെന്നും അത് നടപ്പിലായില്ല എന്നും ദേവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ സുരേഷ് ഗോപിയും ഇത്തവണ രാജീവ് ചന്ദ്രശേഖരനും ജയിച്ചതിലടക്കം താൻ വഹിച്ച പങ്കിനെക്കുറിച്ച് ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം വാചാലനാവുകയും ചെയ്തു. ഒപ്പം ശോഭാ സുരേന്ദ്രന് വേണ്ടി പ്രവർത്തിച്ച ആ വലിയ നിമിഷങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറഞ്ഞു. അങ്ങനെ അവസരവാദികളായ അബ്ദുള്ള കുട്ടിയെയും PC ജോർജിനെയും ഒക്കെ പ്രതിഷ്ഠിച്ച BJPയിൽ ദേവൻ എന്ന നല്ല മനുഷ്യനെ കാണാതെ പോയത് BJPയുടെ ഒരു തെറ്റ് തന്നെയാണ്.